കവിതകളൊക്കെ. ഇനിയും ഒരു ഈ തീരത്ത് മനോഹര തീരത്ത് ഒരു ജന്മം തരൂ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ നമുക്കിനി ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ എനിക്ക് ജന്മം വേണ്ട, എനിക്കിനി ജന്മം വേണ്ട. സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കണം. എനിക്ക് മടങ്ങേ വേണ്ട. മടുത്തു ഈ മനുഷ്യജന്മവും ഈ ലോകവും. സ്ത്രീയല്ല, ആണും പെണ്ണും അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് പെണ്ണാണ്, മുടിയൊക്കെ കണ്ടാൽ പെണ്ണുമാരുണ്ടല്ലോ, അപ്പോൾ പെണ്ണേ ഇരിക്കണം. പക്ഷേ അതൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞു, കുട്ടികളെയൊക്കെ മുലയൂട്ടി വലുതാക്കി നന്നായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണോ പെണ്ണാണോ ആണാണോ ഒന്നും സാരമില്ല. നല്ല സ്നേഹമുള്ള ആളായിരിക്കണം. വരുന്നവർക്കൊക്കെ സ്നേഹം കുറച്ച് കൊടുക്കണം, പ്രത്യേകിച്ച് വയ്യാത്തവർക്കല്ലേ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ജന്മം വേണ്ട, തീർച്ചയായിട്ടും വേണ്ട. അതാ അന്തിമ തീരുമാനം. എനിക്ക് മടങ്ങേ വേണ്ട, പ്രത്യേകിച്ച് കേരളത്തേക്ക് വരേ വേണ്ട. ചീത്താക്കാൻ ഒന്നും വേണ്ട. ക്രൈമിൻ്റെ വംശജരൊക്കെ നന്നായി വരട്ടെ അല്ലേ. ഇനിയും പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് അവരുടെയൊക്കെ ചരിത്രമില്ല എന്നൊക്കെ പറയട്ടെ ദൂഷ്ടന്മാർ അല്ലേ. ഞാനൊക്കെ ശപിച്ച പിന്നെ പൂട്ടും മാസിക ഓഫീസ് പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ശപിക്കില്ല. നോമ്പ് കാലല്ലേ, ആരെയും വെറുക്കാൻ പാടില്ല. വ്രതം ശുദ്ധി പോവും. അപ്പം നമുക്ക് ഇല്ലെങ്കിൽ ക്രൈമിലെ ആളെ ഒന്ന് ശപിക്കായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഹിന്ദുവാണെങ്കിൽ ഒന്ന് ശപിക്കുമായിരുന്നു അല്ലേ. പോടാ നീ നശിച്ചു പോകുമെന്ന് പറയും അല്ലേ. അപ്പം നശിക്കും. ഞാനൊക്കെ ശപിച്ചപ്പം നശിക്കും. ഇപ്പോൾ പാടില്ല, മുസ്ലിം അല്ലേ, ഒക്കെ പൊറുക്കണം. എൻ്റെ കോൺട്രിബ്യൂഷൻ ടു മലയാളം ലിറ്ററേച്ചർ ആരെങ്കിലും അവഗണിക്കാൻ സഹിക്കുമോ? ഐ ഹാവ് ചേഞ്ച്. ഓരോരുത്തർ എഴുതാനും കൂടി പഠിപ്പിച്ചു മാറ്റി. എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല കേന്ദ്ര അക്കാഡമി അവാർഡ്. എത്ര ആൾക്ക് കിട്ടിയിരിക്കുന്നു റൈറ്റേഴ്സിന് ഇവിടെ അല്ലേ. എനിക്ക് തന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു റീസൺ പണിക്കരോട്, ഐ ഡോണ്ട് ഐ ഡിസേർവ് സംതിങ് ഫോർ മലയാളം കോൺട്രിബ്യൂഷൻ? അത് ഇംഗ്ലീഷിൽ കിട്ടിയാൽ പോരാ. അങ്ങനെ പറ്റില്ല. രണ്ടിലും മിടുക്കിയായതുകൊണ്ട് എന്നെ ശിക്ഷിക്കണോ ഇല്ലേ. ഒരാളുടെ സാമർത്ഥ്യം കാരണം ആളെ ശിക്ഷിക്കുക പറഞ്ഞേ, അത് ഇവരൊക്കെ മഹാ ഇതായിട്ടാണ്. കൊടുക്കില്ല. അവിടെ ആരിരുന്നാലും ഇപ്പം ഇതൊക്കെ മാറ്റാൻ പോകാത്ര. പി രവീന്ദ്രൻ വന്നിരുന്നു, എന്നോട് പറഞ്ഞു ഇപ്പോൾ മഹാശ്വേത വരും. മഹാശ്വേത വളരെ നല്ല സ്ത്രീയാണ്. അവർക്ക് ഇങ്ങനെ വിദ്വേഷവും പ്രജഡിസും ഉണ്ടാവില്ല. മഹാശ്വേത ടവറിങ് പേഴ്സണാലിറ്റി അല്ലേ. ജീവിതം തന്നെ അർപ്പിച്ചിരിക്കുകയാണ് ഈ ബീഹാറിലെ ട്രൈബൽസിന് വേണ്ടി. അങ്ങനെ ജീവിതം ഹോമിച്ചിട്ടുള്ളൊരു റൈറ്റർ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേച്ചറാണ് ഇന്ത്യയിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ മഹാശ്വേത. ഒന്നിത്തിങ് സെയിം സാധിക്കും ഇവർക്കൊക്കെ. എന്താ വെച്ചാൽ അന്യഭാഷകളൊന്നും അറിയില്ല അധികം.